ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹിൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു സംഭവം ഇമാം ഗസാലി റഹിമഹുല്ല ഇഖ്ലാസിന്റെ നിയ്യത്തിന്റെ അധ്യായത്തിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹിൽ എന്നവരെ കാണാൻ ആ നാട്ടിലുള്ളൊരു സത്യവിശ്വാസി വരികയാണ്. ആ സമയത്ത് സഹിൽ എന്നവരെ പള്ളിയിൽ കുത്തിയിരുന്ന് ജപമാല മറിച്ചുകൊണ്ടിരിക്കുകയല്ല. കാണാൻ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോ പള്ളിയിലാണോ? അല്ല. എവിടെയുള്ളത്? വയലിൽ, കൃഷിയിലാണ്. ആര്? ലോകം കണ്ട വലിയ വലിയ ആരിഫ് സഹിൽ എന്നവര് വയലിൽ കൃഷിയിലാണ്. വീട്ടുകാർ പറഞ്ഞു. നേരെ ചെന്നു നോക്കുമ്പോ വയലിൽ പണിതുകൊണ്ടിരിക്കുക. സന്ദർശകനായ മനുഷ്യൻ വരമ്പത്ത് കാത്തു നിന്നു. എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് സംസാരിക്കുക? ഇച്ചിരി കഴിഞ്ഞാൽ കഴിയോലോ, നമ്മളൊന്ന് അദബ് പാലിക്കുക. വരമ്പത്ത് കാത്തു നിന്നു. അങ്ങനെ കാത്തു നിന്നപ്പോ വഹുവ യഹ്രിസു അർളഹു ഫീ യൗമി അറഫ. അതേതാ ദിവസം? ഒരു അറഫ ദിവസം. നമ്മളൊക്കെ ഇപ്പൊ അറഫ ദിവസത്തിൽ സാധാരണ നോമ്പൊക്കെ പിടിച്ച് പള്ളിയിൽ കുറച്ച് നേരത്തെയൊക്കെ വന്ന് എഴുതി, അങ്ങനെ നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അറഫ ദിവസത്തില് സഹിൽ എന്നവരെ പണി എന്താണ്? യഹ്രിസു അർളഹു, വയലിൽ കന്നാലിയെ വെച്ചിട്ട് പൂട്ടുകയാണ്. നിലം ഉഴുതുകൊണ്ടിരിക്കുകയാണ്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ വരമ്പത്ത് കാത്തു നിന്നു. അപ്പോഴാണ് ഫമർറ ബിഹി ബഅദു ഇഖ്വാനിഹി മിനൽ അബ്ദാൽ, അദ്ദേഹത്തിന്റെ റേഞ്ചിലുള്ള അദ്ദേഹത്തിന്റെ കിടക്കാരനായ അബ്ദാലുകളിൽപ്പെട്ട ഒരു പുണ്യ മനുഷ്യൻ അങ്ങോട്ട് വരികയും നേരെ വയലിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ചാരത്ത് സഹിൽ എന്നവരുടെ അരികിൽ ചെന്നിട്ട് ഫസാറഹു ബിശൈഇൻ, എന്തോ ഒരു സ്വകാര്യം, എന്തോ ഒരു രഹസ്യം ചെവിയിൽ മന്ത്രിച്ചു. ഒരു പുണ്യാത്മാവ് വേറെ ആള് വന്നിട്ട് ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സഹിൽ എന്നവർ അരികിൽ ചെന്നിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. ഫഖാലല്ല, സഹിൽ എന്നവർ മറുപടി പറഞ്ഞത് ഏയ് ഇല്ല ഇല്ല ഇല്ല. ഇത് കേട്ട് വന്ന ആള് മടങ്ങിപ്പോയി. ഞാൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക. ഏതായാലും ഇപ്പോ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ കാര്യം നേടിപ്പോയല്ലോ കൃഷിയുടെ ഇടയിലും. ഞാൻ മര്യാദ കൊണ്ട് ഇങ്ങനെ കാത്തുനിന്നു, കുഴപ്പമില്ല, ഇറങ്ങി ചെന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് സലാം പറഞ്ഞ് ആദ്യം ചോദിച്ചത്, അല്ല ആ ആള് വന്നിട്ട് എന്താ ചോദിച്ചത്, എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത്? വിരോധമില്ലെങ്കിൽ അതെന്നോട് പരസ്യപ്പെടുത്താമെങ്കിൽ, അതിലെന്തെങ്കിലും പാഠം നന്മ എനിക്കുണ്ടെങ്കിൽ ആ നടന്ന സംഭാഷണം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു സഹിൽ എന്നവരോട്. അപ്പൊ സഹിൽ എന്നവര് പറഞ്ഞു, കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പറഞ്ഞു, സഅലനി അൻ അഹുജ്ജ മഅഹു, അതെന്റെ കൂട്ടുകാരനാണ്, അവന്റെ കൂടെ ഹജ്ജിന് വരുന്നോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അറഫയുള്ളോ? ഹജ്ജ് എന്ന് പറഞ്ഞ അറഫേൻ. അറഫയിലെത്തിയാൽ മതി. ശരിക്കും പറഞ്ഞ മുമ്പുള്ളതൊക്കെ പരിഹരിക്കാൻ ഓപ്ഷൻ വേറെ ഉണ്ട്. അറഫയിൽ പകൽ അവിടെ നിന്ന് എത്തിക്കിട്ടിയാല് ഹജ്ജായി. മണിക്കൂറുകൾ പോയാൽ എത്തുന്ന സ്ഥലമാണ്. സഹിൽ എന്നവര് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കൂട്ടുകാരൻ ഹജ്ജിന് ഓടുകയാണ്. ആ ഓടുന്ന ഓട്ടത്തില് സഅലനി, എന്നോട് ഓടി വന്ന് ചോദിച്ചു, അൻ അഹുജ്ജ മഅഹു, അല്ല ഇയാളും വരുന്നുണ്ടോ ഹജ്ജിന്? എന്നാ അത് റാഹത്താവുമല്ലോ, കൂടെ പോരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ. ഫഖുൽതു ലാ, ഞാൻ പറഞ്ഞു ആ വക ഹജ്ജിന് ഞാനില്ല. ഏ വക ഹജ്ജിന്? നീ പി വിളിച്ചിട്ടുള്ള ഹജ്ജിന് ഞാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ പോകാൻ പാടില്ലായിരുന്നോ? ഇന്നാണ് പോയി 2-3 ദിവസം കൊണ്ട് ആമല് പൂർത്തീകരിച്ചിന് വന്ന എത്ര നല്ലൊരു കാര്യമാണത്. കൃഷിയൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാലോ, പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹിൽ എന്നവർ പറഞ്ഞത്, ലൈസ ലീ ഫിൽ ഹജ്ജി നിയ്യത്തുൻ, ഇപ്പോൾ എനിക്ക് ഹജ്ജിനൊരു നിയ്യത്തില്ല. മാനസികമായി ഞാനതിന് പ്രിപ്പയർഡ് അല്ല, ഞാൻ ഒരുങ്ങി നിൽക്കുന്ന ആളല്ല. ആ നിയ്യത്തില്ലാത്ത അവസ്ഥയിൽ, നിഷ്കളങ്കമായ ലക്ഷ്യം ഹജ്ജിന് എന്റെ മനസ്സിലില്ലാത്ത നിലക്ക് അവന്റെ കൂടെ ഒരു കമ്പനിയായിട്ട് ഹജ്ജിന് പോകുക എന്ന രീതിയിൽ അവന്റെ കൂടെ ഞാൻ ഹജ്ജിന് പോയാൽ അഖാഫു മഖ്തല്ലാഹ്, ആ ഹജ്ജ് കൊണ്ട് കൂലിക്ക് പകരം അല്ലാഹുവിന്റെ കോപം എനിക്ക് പേടിയുണ്ട് മോനെ. എനിക്കങ്ങനെ പ്ലാൻ ഇല്ല, ഞാൻ ഒരുങ്ങിയിട്ടില്ല, മനസ്സിൽ നിയ്യത്തുമില്ല.
ഒരു ഇഖ്ലാസും എനിക്കില്ല. അപ്പൊ പോവാണെങ്കിൽ കമ്പനി അടിച്ചിട്ട് നമ്മൾ ഉംറക്കൊക്കെ പോലെ കമ്പനി അടിച്ചിട്ടൊരു പോക്ക്. ഈ കമ്പനി അടിച്ചിട്ടുള്ള ഹജ്ജിന് ഞാൻ അള്ളാഹുവിന്റെ ഭവനത്തിങ്കലേക്ക് പോയാൽ അഖാഫു മഖ്തല്ലാഹ്, റബ്ബിന്റെ കോപം ഞാൻ പേടിക്കുന്നുണ്ട് മോനെ. എന്നെ സംബന്ധിച്ചിടത്തോളം വഖദ് നവൈതു അൻ ഉതമ്മിമ ഹാദിഹിൽ അർള, ഞാൻ വെച്ച നിയ്യത്ത് എന്താ? ഞാൻ വെച്ച നിയ്യത്ത് ഇവിടെ പൂട്ടുക എന്നുള്ളതാണ്. ഈ വയല് പൂട്ടുക എന്നുള്ളതാണ് ഞാൻ വെച്ച നിയ്യത്ത്. ഞാനത് ഇഖ്ലാസോടെ നിർവഹിച്ചാൽ ഇവിടെ വെച്ച അല്ലാഹു എനിക്ക് 70 ഹജ്ജിന്റെ പുണ്യം തരുമെന്നും ഞാൻ പഠിച്ച ആദർശത്തിലുണ്ട്. കോപ്രായത്തിന്റെ ഹജ്ജ്, വേഷംകെട്ടിന്റെ ഹജ്ജ്, കമ്പനി കൂടിയിട്ടുള്ള ഹജ്ജ് എനിക്ക് വേണ്ട. ഞാൻ ഇപ്പോൾ നിയ്യത്ത് വെച്ച കൃഷി നല്ല ഇഖ്ലാസോടെ ചെയ്താൽ 70 ഹജ്ജിന്റെ കൂലി ഇവിടെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശരിയല്ലേ? കൃഷിയും പറഞ്ഞിട്ടില്ലേ നമ്മളെ ദീന്? ഇന്നിപ്പോ ആരോടാ പറയേണ്ടത്? ആർക്കാ അതിനൊഴിവുള്ളത്? ആന്ധ്രക്കാരന്റെ അരി വരുന്നത് കൊണ്ട്, തമിഴ്നാട്ടുകാരന്റെ പച്ചക്കറി വരുന്നത് കൊണ്ട് നമ്മൾ ആ ഭാഗമൊന്നും ചിന്തിക്കണ്ട. രാവിലെ ഞാനും നിങ്ങളും നടക്കുന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഒരു തൂമ്പെടുത്തിട്ട് ബിസ്മില്ലാന്നും പറഞ്ഞിട്ട് ആ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് വെണ്ടക്കയോ തക്കാളി വള്ളിയോ എന്തെങ്കിലും നിസാരമായ സാധനം ജൈവ വളട്ടിട്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ എൻഡോസൾഫാൻ ഇല്ലാത്ത ഫുഡും കഴിക്കാ. അതിന്റെ നേട്ടം വേറൊന്നു കൂടി ഉണ്ട്. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്രിഉ സർഅൻ فيأكل منه إنسان أو بهيمة أو طير أو شيء إلا كان له به صدقة رواه مسلم قال رسول الله. സ്വഹീഹായ ഹദീസ്. നമ്മളെ ഈ കാട്ടിക്കൂട്ടലിന്റെ കാര്യത്തിൽ മാത്രമല്ല, കൃഷിയിലുണ്ട്. മുത്ത് റസൂല് പറയാണ്, ഏതൊരു മുസ്ലിം ആകട്ടെ, അതിന് അണ്ണാച്ചി ആകണ്ട, ആന്ധ്രക്കാരനാകണ്ടോ, കേരളക്കാരായിക്കോട്ടെ, പട്ടണ നിവാസികളായിക്കോട്ടെ, കർഷകന് മാത്രം പറഞ്ഞ പണിയല്ല. മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസൽമാനാകട്ടെ. പറയുന്ന ഭാഷ നോക്കണം. അവൻ വിത്തെറിയുകയോ അല്ലെങ്കിൽ വള്ളി നട്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്നൊരു കമ്പൊടിച്ച് കുത്തുകയോ, രണ്ടും കൂടെ പറഞ്ഞത്. എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചു, അല്ലെങ്കിൽ വിത്തെറിഞ്ഞു. ഏത് വിധത്തിലാണെങ്കിലും കൃഷി ഇറക്കി അതങ്ങ് വളർന്നു വന്നു. അത് കായ്ക്കനികൾ തരുന്നതിന്റെ മുമ്പ് ഒരു പക്ഷേ കീടം കടിച്ച് നശിപ്പിച്ചേക്കാം. വേണ്ട, രാസവളം വേണ്ട, ഇതിലുണ്ടാകുന്നത് മതി എന്നുള്ള തവക്കലോടെ കാത്തു നിന്നപ്പോ അത് കീടങ്ങൾ കാർന്നു തിന്നു. പേടിക്കണ്ട, അള്ളാന്റെ റസൂല് പറയാൻ, ഫയഅ്കുലു മിൻഹു ഇൻസാനുൻ, ഒരു പക്ഷേ അതിൽ നിന്ന് ഫലം കിട്ടി മനുഷ്യൻ ശാപ്പിടും. ഔ ബഹീമത്തുൻ, അയൽക്കാരന്റെ പാത്തുമ്മാന്റെ ആട് വന്നിട്ട് കടിച്ചു തിന്നും. 4 കാലി വന്ന് തിന്നും. നീ വാഴ വെച്ചു, 4 കാലി വന്ന് കടിച്ചു തിന്നും. ഒന്നുകിൽ മനുഷ്യൻ തിന്നും, ഭക്ഷിക്കും, അല്ലെങ്കിൽ ബഹീമത്തുൻ, മൃഗങ്ങൾ വന്ന് കഴിക്കും. ഔ ത്വയ്റുൻ, നീ പയറ് നട്ടു, തത്ത വന്ന് കൊത്തി അത് കഴിച്ചു, അത് ആകെ തകർത്ത് കളഞ്ഞു. ഔ ത്വയ്റുൻ, അല്ലെങ്കിൽ പ്രാവ് വന്ന് നശിപ്പിച്ചു, പറവകൾ വന്ന് ഭക്ഷിച്ചു. ഔ ഷൈഉൻ, അല്ലെങ്കിൽ കീടങ്ങൾ നശിപ്പിച്ചു. ഷെയ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അതിൽ നിന്ന് തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതൊക്കെയും അവന്റെ നന്മയുടെ അക്കൗണ്ടിൽ ധർമ്മമായി രേഖപ്പെടുത്തുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അതിന് നിയ്യത്ത് എന്താകണം? ഇത് നമ്മളോട് അല്ലാഹ് പറഞ്ഞതാ. റബ്ബിന്റെ തീരുമാനം, റബ്ബിന്റെ ഒരു നല്ല കൽപ്പന, റസൂലുള്ളാന്റെ സുന്നത്താണ്. ഈ വിധത്തിൽ നമ്മൾ ആ പണി ചെയ്ത അതിന് സ്വതക്ക എന്നാ പറഞ്ഞതേ. എങ്ങനെ സ്വതക്ക? അതിന് വഴുതനങ്ങ കിട്ടിയിട്ട് ആദ്യത്തെ വിളവ് പള്ളിയിലേക്ക് ലേലം വിളിക്കാൻ കൊടുക്കൊന്നും വേണ്ട. നീ നിന്റെ ഭാര്യയെ തീറ്റിച്ചാലും നീ കഴിച്ചാലും മറ്റെന്ത് കഴിച്ചാലും അത് നിനക്ക് ധർമ്മമാണെന്ന് ലോകത്തിന്റെ അധ്യാപകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അവരെ നിയ്യത്ത്. ഞാനിപ്പോ ഹജ്ജിന്, ഇപ്പൊ നമ്മളാണെങ്കിൽ കുറച്ചൊക്കെ ഭക്തിയുള്ള ഒരു നല്ല ആളാണെങ്കിൽ നീ പോണുണ്ടോ എന്നപ്പൊ ഞാനായിട്ട് ഈ നല്ല കാര്യത്തിൽ നിന്ന് എന്തിനാ പിന്തിരിഞ്ഞു നിൽക്കുന്നത്? ഞാൻ റെഡിയല്ലേ, അത് പോകും. അങ്ങനെ പോയാല് കൂലിക്ക് പകരം അള്ളാന്റെ കോപമാണ്. ഇതാണ് നിയ്യത്തിന്റെ പ്രസക്തി. മഹാന്മാരൊക്കെ ഇഖ്ലാസ് തെറ്റിപ്പോയ കാരണത്താൽ, ഇഖ്ലാസ് മോശമായപ്പോ, ഇടയ്ക്ക് ഒരു പുഴുക്കുത്ത് ഈ ലക്ഷ്യത്തിൽ കയറിയപ്പോ അവർ സ്വന്തത്തെ ശിക്ഷിച്ചതായി കാണാം.
വകാന മഅറൂഫുൽ ഖർഖി റഹിമഹുല്ലാഹ്, പ്രസിദ്ധജ്ഞാനി മഅറൂഫ് എന്നവർ വകാന യളിരിബു നഫ്സഹു, സ്വന്തത്തെ അടിക്കുമായിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ജനമധ്യത്തിൽ നിന്ന് ഒരു സ്വതക്ക ചെയ്യുന്ന നേരത്ത് കുറച്ച് കനത്തിൽ കൊടുത്തോ, നിന്റെ കൂട്ടുകാരൊന്നും മോശാക്കിയിട്ടില്ല, ഇപ്പൊ ഇങ്ങനെ ഞാൻ മോശാകുക എന്ന ചിന്ത മനസ്സിന് ശൈത്വാൻ അങ്ങോട്ട് വിളമ്പിയപ്പോ മനസ്സതിനിങ്ങനെ കുറച്ച് കീഴ്പ്പെട്ടപ്പോ ഇപ്പൊ ശരിയാക്കി തരട്ടാ എന്നും പറഞ്ഞിട്ട് 10 ദിവസം അപ്പം കൊടുത്തില്ല. കൊടുക്കാൻ തീരുമാനിച്ചു, നീയത്ത് നന്നായിട്ട് കൊടുക്ക, ഇപ്പൊ നീ കൊടുക്കല്ലേ, പിശാചിന് വഴിപ്പെടണ്ട, നഫ്സ് അമ്മാറക്ക് വഴിപ്പെടണ്ട, വാ വാ. സ്വന്തം വിളിച്ചുകൊണ്ടുപോയി ഒരു മറയിൽ പോയിട്ട് 4 പൊട്ടിക്കല് സ്വന്തം മോന്തക്ക്. വകാന യളിരിബു നഫ്സഹു വയഖൂൽ, അടി, വെറും അടി മാത്രമല്ല, എന്നിട്ട് പറയാണ് യാ നഫ്സി, എന്റെ സ്വന്തമേ, എന്റെ നഫ്സേ, എന്റെ മനസ്സേ, അഖ്ലിസി തതഖല്ലസി, മര്യാദക്ക് നിഷ്കളങ്കമായി ജീവിക്കാൻ പഠിച്ചോ, തതഖല്ലസി, അങ്ങനെ നീ രക്ഷപ്പെട്ടോ. നോക്കൂ, മഹാന്മാർ ചെയ്ത പണിയാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഇപ്പൊ അതൊക്കെ? അവര് വിമർശിക്കാണ്. എനിക്കെന്നെ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. നഫ്സമ്മാറ പറഞ്ഞിടത്തൊരു ജ്ഞാനിയെ, എടാ പോത്തെ, എടാ മരക്കഴുതേ, നീ എന്നാടാ നന്നാവുക, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. നമ്മളും പറയലുണ്ട് ഈ പ്രയോഗമൊക്കെ, മറ്റുള്ളവരോടാണെന്ന് മാത്രം. മക്കളോട് പറയും, നമ്മുടെ കീഴിലുള്ളവരോടൊക്കെ ഇടക്കിടക്ക് ഈ ഡയലോഗ് അടിക്കലുണ്ട്. സ്വന്തത്തോട് നാം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇതിനകത്തുള്ള കഴുതനാണ് ഈ പറയേണ്ടത്, ഇതിനകത്തുള്ള പോത്തിനാണ് ഇങ്ങനെ പറയേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിലെ, ഇസ്ലാമിലെ ആത്മീയതയിലെ, ഇസ്ലാമിന്റെ തൗഹീദിലെ പ്രഥമ വിദ്യാഭ്യാസം ആദ്യം പഠിക്കേണ്ടതും ആദ്യം സ്വന്തത്തെ പഠിപ്പിക്കേണ്ടതും ഇഖ്ലാസിന്റെ പാഠമാണ്. ഇതില്ലെങ്കിൽ വേസ്റ്റാണ് കൂട്ടരെ, ജീവിതം വേസ്റ്റാണ്, നിസ്കാരം വേസ്റ്റാണ്, ദിക്ർ വേസ്റ്റാണ്, സകലം വേസ്റ്റാണ്. ക്യാൻസർ പിടിച്ച കർമ്മങ്ങളായിരിക്കും എല്ലാം. എന്തിനാത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുത്ത് റസൂലിനോട് നടത്തിയ വസിയ്യത്ത് 7 കാര്യമാണ്. എന്ത്? ഒരു ബാപ്പ മോനോട് നടത്തുന്ന വസിയ്യത്ത് സാധാ നിർദ്ദേശം പോലെ അല്ലല്ലോ, ആണോ? വസിയ്യത്ത് എന്ന് പറഞ്ഞത് ഒരു സാധാ കൽപ്പന പോലെയാണോ? ഒരു ഉമ്മാന്റെ വസിയ്യത്ത്, ഒരു ഉപ്പാന്റെ വസിയ്യത്ത്, അന്ത്യോപദേശം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനോട് അള്ളാഹു നടത്തിയ വസിയ്യത്ത് 7 കാര്യങ്ങളാണ്. ആ 7 കാര്യങ്ങളിൽ നമ്പർ 1 ഏതാണ്? ഏതായിരുന്നു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത്? യാ റസൂലേ, കൊല്ലം ഹജ്ജിന് പോയിക്കോളൂ, 10-23 കൊല്ലം സമയമുണ്ട്, ഒറ്റ കൊല്ലം ഹജ്ജ് ഉംറ ഒഴിവാക്കണ്ടെന്നാണോ? അല്ല, അള്ളാഹ് കാത്തു മുത്തു റസൂൽ ഒറ്റ ഹജ്ജ് മാത്രം ചെയ്തത്. അതുകൊണ്ടപ്പോ നമ്മളൊക്കെ 3 മിനിമം ചെയ്യണത്. നമ്മൾ റസൂലിന് അങ്ങനെയൊന്നും പോരല്ലോ, കുറച്ചുകൂടി ഉഷാറ് വേണല്ലോ. മുത്തു റസൂൽ ആകെ ഒരു ഹജ്ജ് ചെയ്തെങ്കിൽ 3 വേണ്ടപ്പോ ഞാന് അല്ലേ? എന്തേ അള്ളാഹ് പറഞ്ഞത്? 7 വസിയത്ത് പടച്ച തമ്പുരാൻ മുത്തു റസൂലിനോട് നടത്തിയപ്പോ എന്തായിരുന്നത്? അൽ ഇഖ്ലാസി ഫിസ്സിരി വൽ അലാനിയ വഅൻ അഅഫു അമ്മൻ ളലമനി വഉഅതിയ മൻ ഹറമനി വഅസ്ല മൻ ഖതഅനി വഅൻ യകൂന സുംതി ഫിക്റാ വനുത്ഖി ദിക്റാ വനലരി ഇബ്റതൻ. ഇതാണ് 7 വസിയത്ത്. അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹ് നടത്തിയ വസിയത്ത് 7. 1 അൽ ഇഖ്ലാസി ഫിസ്സിരി വൽ അലാനിയ, എന്റെ ആത്മമിത്രമായ ഹബീബേ, അങ്ങേക്ക് രഹസ്യത്തിലും പരസ്യത്തിലും ആത്മാർത്ഥത വേണം. ആളുകൾ കാണുമ്പോ ഒരു കോലം, വിജനതയിൽ മറ്റൊരു രൂപം, അങ്ങനെ ആകല്ല ഹബീബേ. ജനമധ്യത്തിലും വിജനതയിലും അങ്ങയുടെ ലക്ഷ്യം റബ്ബായ ഞാനായിരിക്കണം തങ്ങളെ. അള്ളാന്റെ ഹബീബിനോട് അള്ളാഹ് നടത്തിയ വസിയത്തിൽ 1 അതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അങ്ങയുടെ ലക്ഷ്യം ക്ലിയർ ആകണം തങ്ങളെ. 2 വഅൻ അഅഫു അമ്മൻ ളലമനി, എന്നെ ഉപദ്രവിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണമെന്നതാണ് റബ്ബനോട് നടത്തിയ 2ാമത്തെ വസിയത്ത്. എന്ത്? എന്നെ ഉപദ്രവിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണം. വഉഅതിയ മൻ ഹറമനി, എനിക്ക് തരാത്തവന് ഞാൻ അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് നിഷേധിച്ചവനാണെങ്കിലും ഞാൻ അവന് കൊടുക്കണമെന്നതാണ്. എനിക്ക് തന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് കൊടുക്കൂല. എനിക്ക് തന്നിട്ടില്ല, ഞാൻ കൊടുക്കണമെന്നതാണ്.
എന്നോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് ഞാൻ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ചെല്ലണമെന്നതാണ് അടുത്ത വസിയത്ത്. അഞ്ചാമത്തെ വസിയത്തായി പറഞ്ഞത് എന്റെ മൗനം അർത്ഥഗർഭമായ ചിന്തയാകണം. എന്റെ മൗനം കണ്ണു തുറന്നുറങ്ങലാകരുത്. സാധാരണ കന്നാലിയാളെ സ്വഭാവം കണ്ണുങ്ങ തുറന്നിട്ടുണ്ടാവും, മനസ്സിനകത്ത് ബ്ലാങ്ക്. അത് നാക്കാലിയാളെ സ്വഭാവ. എന്റെ മൗനം നല്ല നല്ല ചിന്തയാകണം. എന്റെ സംസാരങ്ങൾ അല്ലാഹുവിന്റെ ദിക്റാകണം. എന്റെ നോട്ടം പോത്തിന്റെ നോട്ടം പോലെ ആകാൻ പാടില്ല. ആ നോട്ടത്തിലൊരു പാഠം എനിക്ക് കിട്ടണം. ഈ 7 കാര്യങ്ങളാണ് അല്ലാഹ് എന്നോട് വസിയത്താക്കിയത്. ഇതിലൊന്ന് അൽ ഇഖ്ലാസ് ഫി സിർരി വൽ അലാനിയ. അത് ക്ലിയർ ആയാൽ ബാക്കി ക്ലിയർ ആകും. 1-ാം ക്ലാസ് പാസ്സായാൽ 2ഉം 3ഉം ഒക്കെ പാസ്സാകാൻ എളുപ്പമാണ്. ഇത് എൻട്രൻസാണ്, തൗഹീദിന്റെ എൻട്രൻസ്. ഏത്? ഇഖ്ലാസ്, പരിശുദ്ധമായ മനസ്സ്, നിയ്യത്തിൽ കലർപ്പില്ലാതിരിക്കുക, അള്ളാഹുവിന്റെ പൊരുത്തം. ഇത് ഈ തൗഹീദിന്റെ എൻട്രൻസ്. ഇത് പാസ്സായാൽ നമ്മൾ പെട്ടെന്ന് ഉയരും, വളരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വളർച്ച നമുക്ക് അനുഭവിക്കാനാകും. പക്ഷെ ഇവിടുന്നാണ് കരകയറാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പൂച്ചയെ മുകളിലേക്കിട്ട എങ്ങനെയായാലും ഇത് ക്ലിയർ ആയിട്ട് വീഴുമെന്ന് പറഞ്ഞതുപോലെ എന്ത് നന്മ ചെയ്താലും അതെന്തെങ്കിലും ഒരു ഭൗതികമായ ലക്ഷ്യം എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ അകത്ത് മിക്സ് ആവും. അതാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നന്നായിട്ടൊന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.